കമന്റ്സിലാണെങ്കിൽ ഇത് നിന്റെ ചോരയല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ആദ്യം പോയി നിന്റെ DNA നോക്കിയിട്ട് വന്ന് ഞാൻ പറഞ്ഞു. പുള്ളിയുടെ ഓരോ ID പേരുകളുണ്ടാവും. മറ്റേ അമൃത, അതായത് ഈ ആണുങ്ങളാണ് പെണ്ണുങ്ങളുടെ പേരിൽ അക്കൗണ്ട് തുടങ്ങും. ഒരു പെണ്ണുങ്ങൾ ഒരിക്കലും ഒരു പെണ്ണിന്റെ അടുത്ത് വന്നിട്ട് നിന്റെ സെക്കൻഡ് ഹസ്ബൻഡ് അല്ലാതെ രണ്ടാം അപ്പനല്ല ഒരു പെണ്ണും പറയത്തില്ല. അപ്പൊ ഉറപ്പായിട്ട് അത് ആണുങ്ങളായിരിക്കും. അപ്പൊ ഞാൻ പറയും, അപ്പൊ കൂടെ അപ്പന്റെ പേര് കാണൂല. ഞാൻ പറയും എന്റെ കൊച്ചിന് കാണിക്കാനൊരു അപ്പനുണ്ട്, അപ്പനൊരു പേരും ഉണ്ട്. നിന്റെ പേരിന്റെ കൂടെ സ്വന്തം അപ്പന്റെ പേരിലല്ല ആദ്യം കണ്ടുപിടിച്ചിട്ട് വരാൻ പറയും. അതോടെ ചേട്ടൻ റിയാക്ട് ചെയ്ത് എനിക്കൊന്ന് ചേച്ചി എല്ലാം അങ്ങ് വീഡിയോ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും പുള്ളി അത് അറിയുന്നത്. അല്ലെങ്കിൽ ബസ്സിൽ ആരെങ്കിലും പറയും പുതിയ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോഴായിരിക്കും പുള്ളി അറിയുന്നത്. ഓക്കെ. അപ്പൊ ഇനി ഫ്യൂച്ചറിൽ എന്തെങ്കിലും മൂവീസ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യണമെന്നൊക്കെ താല്പര്യമുണ്ട്? ഞാനത് ഇടയ്ക്ക് ഒരു ദിലീപിന്റെ ഒരു സിനിമയിൽ ഓഫർ വന്നായിരുന്നു. അപ്പൊ അത് മാറിപ്പോയത്. അവിടെ ഒരു സ്ഥലം പറഞ്ഞ് നമ്മുടെ തൊടുപുഴ അഞ്ചിരിയിലായിരുന്നു. അപ്പൊ പോകാൻ പറ്റിയില്ലായിരുന്നു. അപ്പൊ അവിടുത്തെ കാസ്റ്റ് ക്രൂസ് ഒക്കെ വിളിക്കുന്നുണ്ട് അഭിനയിക്കാനായിട്ട്. വലിയ റോളൊന്നുമില്ല, ചെറുതായിട്ട്. അപ്പൊ ഒരു ദിവസം വിളിച്ചപ്പോ ഞാൻ ചെല്ലാന്ന് പറഞ്ഞു, ഋതു അതിനെ കാണാൻ പറ്റത്തില്ല, അത് ജസ്റ്റ് ക്രൗഡിന്റെ ആണ്. അപ്പൊ നമുക്കിപ്പോ ഇച്ചിരി വാല്യൂ എന്നിട്ട് പറഞ്ഞേ, നിങ്ങൾ അത് വന്ന് ചെയ്യാൻ നിൽക്കൊന്നും വേണ്ട, നല്ല നല്ല റോള് വരുമ്പോൾ വിളിക്കാന്ന് പറഞ്ഞു. എനിക്ക് താല്പര്യമാണ്. ഇപ്പൊ ചേച്ചിക്ക് വേറൊരു കഴിവൊക്കെ ഉണ്ടായിരുന്നല്ലോ, സ്റ്റാൻഡപ്പ് കോമഡി. നമ്മൾ ഈ അമൃത ടിവിയിലും കാര്യങ്ങൾക്കൊക്കെ സ്റ്റാൻഡപ്പ് കോമഡി എത്തിച്ചിട്ടുണ്ട്. ഇപ്പൊ അതെന്താ കണ്ടിന്യൂ ചെയ്യാത്തത്? കണ്ടിന്യൂ സമയമില്ലാത്തതുകൊണ്ട്. കാരണം എല്ലാം കൂടി മാനേജ് ചെയ്ത് പോകാനായിട്ട് പറ്റത്തോ.